ആദ്യം ആ വീട് സ്വന്തമാക്കണം. അവിടുത്തെ അവകാശം നേടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം എളുപ്പം. ഇനി സമയം വൈകണ്ട, നാളെ തന്നെ നീ അവിടെ ചെല്ലണം. മോളെ, അത് തനിച്ചുള്ള പോക്ക് അപകടം. ത്രേസി എടുത്തി ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞങ്ങളുടെ സഹായത്തിന് മറ്റാരൊക്കെ ഉണ്ടെന്നുള്ള പേടിയില്ല വിഷ്ണുവർദ്ധൻ. അങ്ങനെ ആരും നിങ്ങളെ സഹായിക്കില്ല എന്ന് കണ്ടുപിടിക്കാൻ അവന് അധിക സമയമൊന്നും വേണ്ടി വരില്ല. അവൻ കണ്ടുപിടിക്കട്ടെ. ആ സമയത്തിനുള്ളിൽ നേടാനുള്ളത് ഞാൻ നേടിയിരിക്കും. നാളെ വിഷ്ണുവിന്റെ വീട്ടിലാ ഓറഞ്ചിന്റെ താമസം. ഡ്രൈവർ, ആ ലഗേജ് ഒക്കെ ഇറക്കി വെക്ക്. ശരി മാഡം. ഇതെന്താ വീട് മാറിപ്പോയോ? മാഡം, ആ ലഗേജ് അകത്തേക്ക് വെച്ചേക്ക്. അല്ല, എന്താ ഉദ്ദേശം? നമ്മുടെ ഗ്യാസ് സിലിണ്ടർ തീരാറായോ നോക്കണം. എങ്കിൽ പുതിയതൊരെണ്ണം ബുക്ക് ചെയ്യണം. ശരി മാഡം. ആർക്കെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാ ഗ്യാസ് ഇല്ലാതെ ബുദ്ധിമുട്ടരുതല്ലോ. ഒരു പെണ്ണ് കയറി വരാനുള്ള വീടായത്. ആകെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു. സിലിണ്ടറിൽ ഗ്യാസ് ഉണ്ട് മാഡം. ഇവിടെ ചിലരുടെ ഗ്യാസ് തീരാറായ മട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ ക്യാഷ് വൃന്ദാവനത്തിൽ നിന്ന് വാങ്ങിച്ചോളൂ. പിന്നെ കല്യാണത്തിന് വരണം, ക്ഷണിച്ചില്ലെന്ന് പറയരുത്. ആരുടെയാ മാഡം? അറിഞ്ഞില്ലേ? എന്റെ ഈ ഭർത്താവ് 8ാം കെട്ട് കെട്ടാൻ പോവാ. നിലവിളക്ക് കൊളുത്തി സ്വീകരിക്കാൻ പോകുന്നത് ആരാണെന്ന് അറിയണ്ടേ? ഞാൻ, ഇയാളുടെ 6ാം ഭാര്യ. പിന്നെ ഞങ്ങളൊക്കെ പരേതാത്മാക്കളായതുകൊണ്ട് ഇങ്ങർക്ക് പേടിക്കാനില്ല. താൻ വയ്ക്കോ, എടുപിടിന്ന് ഷടേന്നാവും കല്യാണം. അതുകൊണ്ട് വിവാഹ സ്ഥലവും തീയതിയും വിളിച്ചറിയിക്കാം. അത് പിന്നെ ഓട്ടോ ഉള്ള ദിവസമാണെങ്കിൽ? ഓട്ടോ ഉള്ള ദിവസം തന്നെ ആയിരിക്കും. ഇവിടെ പലരും മാരത്തോൺ ഓടുന്ന ദിവസം. താൻ വയ്ക്കോ, എല്ലാം ഞാൻ നേരത്തെ അറിയിച്ചോളാം. ശരി മാഡം. പുതുമണവാട്ടിയെ സ്വീകരിക്കാൻ വന്നതാ അല്ലേ? അങ്ങനെ പറയാം. നീ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണിനെ സ്വീകരിക്കാൻ വേറെ ആരാ ഇവിടെ ഉള്ളത്? പ്രത്യേകിച്ചും അതെന്റെ കൂട്ടുകാരി കൂടി ആവുമ്പോ അവളെ എന്ത് കരുതും? ഈ വീട്ടിൽ സ്ത്രീകൾ ആരുമില്ലെന്ന് തോന്നൂലേ? ഇറങ്ങടേ. ചൂടാവാതെ മാഷേ. എന്നോട് ഇറങ്ങാനാണ് പറഞ്ഞത്. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയാൻ നീ ആരാടാ? ഞാൻ ആരാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അല്ലേ? പോടോ. എന്റെ അമ്മേ, ഭയങ്കര ക്ഷീണം. ആ ഫാൻ എന്നിട്ടേ. എന്താ നിന്റെ ഭാവം? ഇതെന്റെ വീടാ. ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നവനാ നീ. വലിഞ്ഞാണോ വലിയാതെയാണോ വന്നേന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കാൻ എന്തിരിക്കുന്നു? എന്നെ വിവാഹം കഴിച്ച് അച്ചി വീട്ടിൽ പരമസുഖം എന്ന് കരുതി ഇവിടുത്തെ പാണ്ടംപൂച്ചയ്ക്കൊപ്പം സഹവാസം തുടങ്ങിയവനാ നീ.
ഒടുക്കം പൂച്ചയെ നാടുകടത്തുന്നത് പോലെ എന്നെ നാടുകടത്താൻ അല്ല കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം വീട് സ്വന്തമാണെന്ന് ധരിച്ച് അന്തം വിട്ട് നടക്കുക നീ. പിന്നെ നാടുകടത്തിയ പൂച്ച അധികം വൈകാതെ തിരിച്ചു വരുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വരവാണ്. അവകാശം സ്ഥാപിക്കലോ അന്ത്യുറക്കോ എല്ലാം ഇനി ഇവിടെ തന്നെ. എഴുന്നേക്കടി. നീ ആരോടാടാ ഈ ആജ്ഞാപിക്കുന്നത്? എഴുന്നേൽക്കടി. ഇറങ്ങി പോടി. വിടടി. വിടാൻ. ഇങ്ങോട്ട് പോരെ.